നമസ്കാരം. ഞാനെന്നുള്ളത് കൊല്ലം ആശ്രാമം മൈതാനിയിലാണ്. അവിടെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രൂട്ടായിട്ടുള്ള മാമ്പഴത്തിൻ്റെ ഒരു പ്രദർശനവും വിൽപ്പനയൊക്കെ മാമ്പഴക്കാലം എന്ന് പേരിട്ടിരിക്കുന്ന ഒരു പ്രദർശനവും വിൽപ്പനയും ഇവിടെ നടക്കുകയാണ്. അതൊന്ന് കാണാനും ഇവിടെ വരാൻ സാധിക്കാത്തവർക്ക് അത് നിങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയാണ് ഞാനിന്നിവിടെ എത്തിയിട്ടുള്ളത്. അലങ്കാര മത്സ്യ പ്രദർശനം, മാമ്പഴ പ്രദർശനം, അതുപോലെ തന്നെ മാമ്പഴത്തിൻ്റെ വിഭവങ്ങൾ തുടങ്ങി നിരവധി ഐറ്റംസ് ഇവിടെ ഉണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്കകത്തോട്ട് പോയി നോക്കാം. ഓക്കെ, വരൂ. വർണ്ണവിസ്മയങ്ങളോടെ അലങ്കാര മത്സ്യങ്ങൾ, കുട്ടികളുടെ ഗെയിം സോൺ, പുസ്തകമേള, നാവിൽ കൊതിയൂറുന്ന വിവിധതരം പായസങ്ങളുമായി പായസമേള, വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള അലങ്കാര മത്സ്യങ്ങളുടെ അതിവിപുലമായ നിരവധി സ്റ്റാളുകൾ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ഓമനത്വം തുളുമ്പുന്നതുമായ വളർത്തുമൃഗങ്ങളുടെ പ്രദർശനം, AC നോൺ AC സ്റ്റാളുകൾ, വിവിധതരം മാവിൻ തൈകളുടെ പ്രദർശനം, വിപണനം, കുടുംബശ്രീ ഭക്ഷ്യമേള എന്നിങ്ങനെ നിരവധി സ്റ്റാളുകളുമായി കൊല്ലം മാമ്പഴക്കാലം 2024 കൊല്ലം ശ്രീനാരായണ ഗുരു സമുച്ചയം ആശ്രാമം മൈതാനിയിൽ എല്ലാ ദിവസവും രാവിലെ 11 മണി മുതൽ രാത്രി 10 മണി വരെ. ഇവിടെയും നിരാശ തന്നെയായിരുന്നു ഫലം. മാമ്പഴം നമുക്ക് സുലഭമായി ലഭിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ഒരു ഐറ്റവും അവിടെ കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് കൗതുകകരം. മാമ്പഴത്തിൽ നിന്നും ഒരുപാട് വെറൈറ്റി ഉൽപ്പന്നങ്ങൾ, വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന സ്ഥലത്ത് ഇവിടെ ഒരു മാമ്പഴ പായസം മാത്രമാണ് കാണാൻ സാധിച്ചത്. ഇവിടെ കേരളത്തിലുള്ള പല കുടുംബശ്രീ യൂണിറ്റുകൾ വരെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് മാംഗോ ജെല്ലായാലും മാംഗോ ഹൽവയായാലും മാംഗോ കൊണ്ടുണ്ടാക്കുന്ന പല വിധത്തിലുള്ള പായസങ്ങളായാലും അതുപോലെ തന്നെ പച്ചമാങ്ങ കൊണ്ടുള്ള വിവിധതരം അച്ചാറുകൾ, ഇങ്ങനെയുള്ളതൊന്നും ഇവിടെ കാണാൻ സാധിച്ചില്ല. 50 രൂപ ഈടാക്കുന്നത് തീർച്ചയായും ന്യായീകരിക്കത്തക്കതല്ല.
അതിനുള്ള ഒന്നും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടില്ല. ശുദ്ധജല മത്സ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ മത്സ്യത്തിൻ്റെ കണ്ണാടി ചില്ലുകൾ, ഒഴിഞ്ഞ കണ്ണാടി ചില്ലുകൾ അല്ലാതെ ഒരു കൊട്ടുകുടിത്തവള പോലും അവിടെ കാണാൻ സാധിച്ചില്ല. എന്തായാലും ഈ ഒരു 50 രൂപയ്ക്ക് ഇതൊരു വെർത്തല്ല, സോറി. അതുകൊണ്ട് തന്നെ ഞാനിത് ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. താങ്ക് യു.